ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ജർമ്മനിയിലേക്ക് വരാൻ നിൽക്കുന്ന എല്ലാവർക്കും, അതിപ്പോൾ പഠിത്തത്തിനാണെങ്കിലും ജോലിക്കാണെങ്കിലും ജോലി നോക്കാനാണെങ്കിലും അതെല്ലാം ചുമ്മാ വിസിറ്റ് ചെയ്യാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അവസാനം വരെ നിങ്ങളിത് കാണുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കൊരു ലൈക്ക് തരിക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ജനറലി ജർമ്മനി സേഫ് ബട്ട് സ്കാമേഴ്സ് ആർ സ്മാർട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ AI ഒക്കെ ബൂമിംഗ് ആയിട്ടുള്ള ഒരു സ്ഥിതിക്ക് സ്കാമേഴ്സ് ദിനം പ്രതി വളരെ വളരെ ടാലന്റഡ് ആയിട്ട് വരികയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. കറന്റ് ജർമ്മനിയിലുള്ള സ്കാംസ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ബിഫോർ ഗെറ്റിംഗ് ഇൻടു ദ വീഡിയോ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഇസ് അക്ഷയ. ഞാൻ ജർമ്മനിയിൽ 2022 മുതലുണ്ട്. ഞാനിവിടെ വർക്ക് ചെയ്യാണ്. ഐ മേക്ക് വീഡിയോസ് അബൌട്ട് ലൈഫ് ഇൻ ജർമ്മനി, വർക്ക് ഇൻ ജർമ്മനി, സ്റ്റഡി ഇൻ ജർമ്മനി, അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്നത്, അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആദ്യം തന്നെ നമുക്ക് അറിയാവുന്ന ആൾക്കാർക്ക് വരെ 8ന്റെ പണി അല്ല, ഇപ്പൊ 7ന്റെ പണി എന്നാണല്ലോ അല്ലേ പറയേണ്ടത്. എന്താണെങ്കിലും പണി കിട്ടിയ സ്കാമിനെ കുറിച്ചാണ് കേട്ടോ പറയണത്. അപ്പോൾ ജർമ്മനിയിൽ നമ്മൾ സ്റ്റുഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിനൊക്കെ വരുമ്പോൾ നമ്മൾ പാർട്ട് ടൈം ജോലി തപ്പുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട്. നിങ്ങൾ ഇവിടെ പുതിയതാണ് എന്നുള്ളതൊരു മാറ്റർ അല്ല, അതുപോലെ ഇത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് എന്നുള്ളതൊരു മാറ്റർ അല്ല, നിങ്ങൾ എത്ര കണ്ണിങ് ആണെന്നുള്ളതൊരു മാറ്റർ അല്ല. ഈ സ്കാമേഴ്സ് ആർ ഗെറ്റിംഗ് സ്മാർട്ടർ ഡേ ബൈ ഡേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. കഥയൊക്കെ പറഞ്ഞു, പക്ഷെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. സ്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയിൽ അവരാകെ പറയുന്നത് നിങ്ങൾക്കൊരു പാഴ്സൽ വരും, ആ പാഴ്സൽ നിങ്ങൾ ഞങ്ങൾ തരുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക. അതാണ് ഒരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് കാശ് വരും, ഞങ്ങൾ തരുന്ന അക്കൗണ്ടിലോട്ട് നിങ്ങൾ ഈ കാശ് അയച്ചു കൊടുക്കുക. അതാണ് രണ്ടാമത്തെ രീതി. അപ്പൊ അങ്ങനെ പല പല രീതികളിലാണ് ഇത് വരുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഈ മോഷ്ടിച്ചെടുക്കുന്ന ATM കാർഡുകൾ അല്ലെങ്കിൽ മണി ലോണ്ടറിംഗ് ഉണ്ടാവില്ലേ, മോഷ്ടിച്ചെടുക്കുന്ന ATM കാർഡുകൾ വെച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക. ആ സാധനങ്ങൾ നിങ്ങളുടെ അഡ്രസ്സിലേക്കായിരിക്കും ഓർഡർ ചെയ്യുക അവർ. എന്നിട്ട് നിങ്ങളോട് പറയുന്നത് വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിലൊക്കെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത് കേസായി പോലീസ് നോക്കുമ്പോൾ ഈ മോഷ്ടിച്ചെടുത്ത കാർഡിൽ നിന്ന് ഓർഡർ വന്നിരിക്കുന്നത് നിങ്ങളുടെ അഡ്രസ്സിലേക്കാണ്. അതുപോലെ തന്നെ കുറച്ച് കാശ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു, അത് നിങ്ങൾ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. എന്നൊക്കെ ക്ലിയർ കേസ് ഓഫ് മണി ലോണ്ടറിംഗ് ആണ്. അപ്പൊ അങ്ങനത്തെ പരിപാടിക്ക് ഒന്നും നിൽക്കാതിരിക്കുക. കുറച്ച് അളവിൽ കൂടുതൽ കാശ് ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, എന്തോ എവിടെയോ ഒരു പ്രശ്നം ഉണ്ട്. ഈ സ്കാം നമ്മൾ അങ്ങോട്ട് തലവെച്ച് കൊടുക്കുകയാണ്. അതായത് നമുക്ക് പാർട്ട് ടൈം ജോബ് ആവശ്യമാണല്ലോ, അപ്പൊ നമ്മളിത് ജെനുവിൻ ആയിട്ടുള്ള ഒരു ജോബ് പോസ്റ്റിംഗ് ആണ് എന്നുള്ള വിശ്വാസത്തിൽ ട്രസ്റ്റഡ് വെബ്സൈറ്റ് ഒക്കെ ആണ് എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് തലവെച്ച് കൊടുത്തിട്ടാണ് ഇതിനകത്ത് പോയി പെടുന്നത്. പക്ഷേ ഇനിയുള്ള സ്കാം എന്ന് പറയുന്നത് നമ്മളെ തേടി ഇങ്ങോട്ട് വരികയാണ്. മൈക്രോസോഫ്റ്റ് കോൾ സ്കാം എന്നാണ് പറയുക. അതായത് അവർ വിളിച്ചിട്ട് പറയും മൈക്രോസോഫ്റ്റ് ആണ്, യുവർ കമ്പ്യൂട്ടർ ഇസ് ബ്രോക്കൺ, വിൽ നീഡ് ടു ഫിക്സ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് റിമോട്ട് ആക്സസ് അവർ റിക്വസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ അവരെടുക്കും. അത് മാത്രമല്ല അതിന്റെ ഡേറ്റ അവർ വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് മണി ഡിമാൻഡ് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും മിസ്യൂസ് ചെയ്യോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രമല്ല, ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് ഈ ദിവ്യോദയം ഉണ്ടായിട്ട് അവരിങ്ങനെ ഓക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടർ കേടായി, അപ്പൊ അത് എനിക്ക് അറിയാം, എന്നപ്പോൾ ഞാൻ ഫിക്സ് ചെയ്ത് തരാം. നന്മയുള്ള ലോകം ഈ സംഭവം കൊള്ളാം, പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിക്കണമല്ലോ. ഡോണ്ട് ബി സോ ഗലബിൾ. നമ്മളിങ്ങനെ പറയുന്നതും ഒക്കെ ശരിയാണ് എന്ന് വിചാരിക്കാതിരിക്കുക. ബി കോഷ്യസ്, ബി വിജിലന്റ്. അടുത്ത മനസ്സിലാക്കാൻ വളരെ പാടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഇത് ഒരുപാട് പ്രാവശ്യം എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഇന്റർനെറ്റിന്റെ ആൾക്കാർ അല്ലെങ്കിൽ യൂട്ടിലിറ്റി സർവീസസിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും വരും. അപ്പൊ നമ്മൾ ഡോർ തുറന്നു കൊടുക്കുമ്പോൾ അവർ നമ്മുടെ ബില്ല് കാണണം, അത് കാണണം, ഇത് കാണണം എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും വേറെ 2-3 പേരായിട്ടാണ് വരും. അപ്പൊ വേറെ ആൾക്കാർ നമ്മുടെ സംഭവങ്ങളൊക്കെ സെർച്ച് ചെയ്ത് വെക്കുക, എന്നിട്ട് റോബറിക്ക് ഉള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി എല്ലാ കാൽക്കുലേഷനും മറ്റേ നമ്മുടെ നാട്ടിൽ നടക്കില്ലേ, ഒരാൾ ഫ്രണ്ടിൽ കൂടെ വരും, ബാക്കിയുള്ള ആൾക്കാർ ബാക്കി കൂടെ പോയിട്ട് അപ്പോഴത്തേക്കും വീടും പരിസരമൊക്കെ നോക്കി അതേ സംഭവം തന്നെ അത് ഇവിടെ നടക്കും. അപ്പോൾ ജർമ്മനി പൊതുവെ സേഫ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെയുള്ള സ്കാമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് പേർക്ക് ഇങ്ങനെ തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതില്. പക്ഷേ അതൊക്കെ ഒരു ജെനുവിൻ ആണോ ഫേക്ക് ആണോ എന്നൊന്നും നമുക്ക് അത്രയൊന്നും ചിന്ത പോണില്ല ആദ്യത്തെ സമയങ്ങളിൽ. ഇപ്പോഴാണ് ആലോചിക്കുമ്പോൾ നമ്മൾ അതിൽ ചോദിക്കണം, അവരുടെ ID ചോദിക്കണം. അതൊന്നും ഒരു തെറ്റല്ല. അവരുടെ ID ചോദിക്കുന്നത്, അവരുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നതൊന്നും ഒരു തെറ്റല്ല. അത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളുടെ വീട്ടിലേക്കാണ് അവർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ചോദിക്കാനായിട്ട് മടിക്കുക. ഇനിയിപ്പോൾ അവരുടെ ഒഫീഷ്യൽ ID ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ അവരുടെ ഓഫീസിൽ വിളിച്ചിട്ട് ഇത് കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് മാത്രം ഡോർ തുറക്കുക. കുറച്ച് നേരം അവരെ വെയിറ്റ് ആക്കി വെച്ചിട്ട് അവർക്ക് അങ്ങനെ കുഴപ്പമൊന്നും വരാൻ പോകില്ല. ഇനിയിപ്പോൾ അവർ ചിലപ്പം വല്ല മുഖം കാണിക്കുമായിരിക്കും. പക്ഷെ അതല്ലല്ലോ കാര്യം. നിങ്ങളുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ആസ് എൻ എക്സ്പാക്ട് ഞാൻ എപ്പോഴും ഇപ്പോൾ ആൾക്കാർ എന്തെങ്കിലും അത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പം അവരോട് ഇന്നത് ചോദിച്ച് എനിക്ക് അവരുടെ ഐഡന്റിറ്റി കൺഫേം ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് അവരുടെ ജെനുവിനിറ്റി കൺഫേം ചെയ്യണം, അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടാവും. അങ്ങനെ ചോദിക്കുക, ഇങ്ങനെ പറയും, മറ്റത് പറയും, ഇത് ചോദിക്കുക. പക്ഷെ ഞാൻ ഒന്നും ചോദിക്കില്ല. ഞാൻ അവരുടെ രാജ്യത്താണ്. അപ്പൊ അവർ പറയുന്നതൊക്കെ സത്യമാണ് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. അവർ പറയുന്നത് ഇങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാണ് ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മളെപ്പോഴും നമുക്ക് ഒരു സംശയം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിന്റെ നമ്മൾക്ക് ശരിയല്ലാതെ തോന്നുന്ന കാര്യത്തിലൊന്നും നമ്മൾ ചെന്ന് വീഴരുത്. നമ്മൾ അതിനകത്തൊന്നും എന്താ പറയാ മുന്നോട്ടേക്ക് നമ്മൾ പിന്നെ പോകരുത്. നമ്മൾ അവിടെ വെച്ച് നിർത്തുക. ചെറുപ്പം ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സ്കാമാണ് ഈ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റെന്റൽ സ്കാം എന്ന് പറയുന്നത്. അപ്പൊ ആൾക്കാർ വരുന്നതിന് കൂടുന്നതനുസരിച്ചിട്ട് ഇവിടെ വീടുകളല്ല കൂടുന്നത് അല്ലെങ്കിൽ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് അല്ല കൂടുന്നത്, സ്കാമേഴ്സ് ആണ് കൂടുന്നത്. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് സിറ്റീസ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ട് അല്ലെങ്കിൽ മാൻഹൈം, പിന്നെ ബെർലിൻ, മ്യൂണിക്, അങ്ങനെയൊക്കെ വലിയ വലിയ സിറ്റി വരുമ്പോൾ അവിടെയൊക്കെ എന്തായാലും അക്കോമഡേഷന് വില കൂടുതലായിരിക്കും. അപ്പൊ ഇതുപോലെ ബ്യൂട്ടിഫുൾ അപ്പാർട്ട്മെന്റ് വിത്ത് ബാൽക്കണി ഇൻ ദ സിറ്റി സെന്റർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വലിയ സംഭവമായിട്ടൊക്കെ അഡ്വർടൈസ് ചെയ്തിട്ട് വളരെ ലോ റെന്റ് ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല മറ്റേ
അക്കൗണ്ടിലേക്ക് കാശ് ട്രാൻസ്ഫർ ചെയ്യൂ, ഞാൻ കീ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം, അങ്ങനെയും കൂടി പറയുകയാണെങ്കിൽ ഉറപ്പിച്ച മക്കളെ ഇത് സ്കാം ആണ്. ഇതിൽ പോയി തല വെക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോപ്പറായിട്ട് അപ്പാർട്ട്മെന്റ് കണ്ടതിന് ശേഷം മാത്രം കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുക. അഡ്വാൻസ് ആയിട്ട് കാശൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ടം വഴി ഓടിക്കും, പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോകണം. പിന്നെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഈ ഫേക്ക് SMS, അതുപോലെ തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. സംഭവം ഇത് വളരെ 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 പഴക്കമേറിയ ട്രിക്ക് ആണെങ്കിൽ പോലും ഇപ്പോഴും ആൾക്കാർ അതിനകത്തേക്ക് വീണ് പോകുന്നുണ്ട്. ഒരു ഫേക്ക് SMS ഫ്രം DHL അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് ഓഫീസ്, ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ആണ് എൽസ്റ്റർ, അപ്പൊ അതിൽ നിന്നുള്ള ഫേക്ക് മെസ്സേജ് അതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഡബിൾ ചെക്ക് ചെയ്യുക കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കുക, അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ടാക്സ് റീഫണ്ട് കറക്റ്റ് ആയിട്ടില്ല, അത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലാണ് കറക്റ്റ് ആവുക, അല്ലെങ്കിൽ നിങ്ങളുടെ പാക്കേജ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ട് മാത്രം പ്രൊസീഡ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മാൽവെയർ നിങ്ങളുടെ സിസ്റ്റത്തിലോട്ട് കയറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ കാശ് അടിച്ച് മാറ്റാനുള്ള പരിപാടികളായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും നിൽക്കാതിരിക്കും. അങ്ങനെ ഔട്ട് ഓഫ് ദ ബ്ലൂ ഒരു മെസ്സേജ് വരികയാണ്, നിങ്ങൾ ലോട്ടറി വിൻ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ പാക്കേജ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഇത്രയും കാശ് കിട്ടാൻ പോവാണ്, പക്ഷെ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത്രയും കാശ് ആദ്യം കൊടുക്കണം, പിന്നെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അതിന് എലിജിബിൾ ആവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിക്കുക ഇതൊക്കെ ഫിഷിംഗ് ഇമെയിൽസ് ആണ്, അപ്പോൾ അല്ലെങ്കിൽ മെസ്സേജസ് ആണ്. അപ്പൊ അതിനകത്തൊന്നും പോയി വീടാതിരിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കുറെ ട്രിക്കുകളാണ്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിലാണ്, ഇത്ര കാശ് വേണം, അവർ ഞങ്ങളുടെ അടുത്തുണ്ട്, അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ കുറച്ചും കൂടി ബുദ്ധിയുള്ള ആൾക്കാർ അവരുടെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ അവരുടെ വേറെ എന്തെങ്കിലും നിങ്ങൾക്കും അവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമൊക്കെ ഷെയർ ചെയ്യും. എന്നിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്, അപ്പൊ അവരിപ്പോൾ ഇത്ര അർജന്റ് സിറ്റുവേഷനിലാണ്, കുറച്ച് കാശ് അയച്ചു തന്നാലേ അവർക്ക് വരാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കാശ് തട്ടിക്കുക എന്നുള്ളതാണ്. ഇത് കൂടുതലും ഈ പ്രായമായ ആൾക്കാരുടെ ഇടയിലാണ് ജർമ്മനിയിൽ നടക്കുന്നത്. അപ്പൊ ഇതിന് ഗ്രാൻഡ് ചിൽഡ്രൻ ട്രിക്ക് എന്നുള്ള ഒരു ഓമന പേരും കൂടി ഉണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ സ്നേഹം കൊതിക്കുന്ന മനസ്സുകളെ ശിഥിലമാക്കുന്ന സ്കാം ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഡേറ്റിംഗ് ആപ്സ് അല്ലെങ്കിൽ വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും നമുക്ക് ഇങ്ങനെ കൊതിപ്പിച്ച് കടന്നു കളയാന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതുപോലെ വരും, നല്ലോണം ചാറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവർ പറയും നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് ഇത്രയും റിട്ടേൺസ് ഉണ്ടാക്കി, നിങ്ങളെയും ഞാൻ പഠിപ്പിച്ചു തരാം, നിങ്ങളെയും ഞാൻ അങ്ങനെ ആക്കാം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ചെന്ന് ചാടി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇച്ചിരി സ്നേഹം ആഗ്രഹിച്ച് വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പറയുകയാണ് ഇങ്ങനെയുള്ള സ്കാമിലൊന്നും ചെന്ന് പെടാതിരിക്കുക. ഇത്രയും സ്കാമൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ജനറലി ജർമ്മനി സേഫ് ആണ്. ഞാൻ കുറച്ച് സ്കാമിനെ പറ്റി മാത്രമാണ് എനിക്ക് അറിവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാർ അതിനകത്ത് പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള സ്കാമൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ റിസർച്ച് ചെയ്തപ്പോഴാണ് ഇത്രയും സ്കാമൊക്കെ ജർമ്മനിയിൽ നടക്കുന്നുണ്ട്, ഇവിടെയും അങ്ങനത്തെ സ്കാമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പൊ നിങ്ങൾ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് ജർമ്മനിയെ കുറിച്ചുള്ള ഒരു ഔട്ട്ലുക്ക് തരാനോ വേണ്ടിയിട്ടല്ല, പക്ഷേ നിങ്ങൾ അവെയർ ആയിരിക്കണം. ഇതുപോലുള്ള സ്കാമൊക്കെ ഇത്രയും സേഫ് ആയിട്ടുള്ള കൺട്രി എന്ന് പറയപ്പെടുന്ന ജർമ്മനിയിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മളിവിടെ ഒറ്റയ്ക്കാണ് വരാൻ പോകുന്നത്, ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ കോഷ്യസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട നമ്മുടെ ഹാർഡ് ഏൺഡ് മണിയൊക്കെ ഇങ്ങനെയുള്ള സ്കാമേഴ്സ് അടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പൊ ശരി, ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടിട്ട് ഞാൻ പിന്നെ വരാം. ടാറ്റ ബൈ ബൈ, ചൂസ്.